റമദാൻ മാസത്തിൽ നോമ്പെടുക്കുന്ന അലർജി രോഗികൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. നോമ്പിന്റെ സമയത്ത് നമ്മുടെ ശരീരത്തിൽ നിന്നും ജലം നഷ്ടപ്പെടുന്നുണ്ട്, അതായത് ഡീഹൈഡ്രേഷൻ സംഭവിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നോമ്പ് തുടങ്ങുന്നതിന് മുമ്പും നോമ്പ് മുറിച്ചതിന് ശേഷവും നന്നായി വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ലഘുപാനീയങ്ങൾ കുടിക്കാൻ നന്നായി ശ്രദ്ധിക്കണം. ഈ സമയത്ത് സോഫ്റ്റ് ഡ്രിങ്ക്സ്, അമിതമായി മധുരമുള്ള പാനീയങ്ങൾ എന്നിവ ഒഴിവാക്കുവാനും ശ്രദ്ധിക്കുക. രണ്ടാമതായി, ഹിസ്റ്റമിൻ റിലീസ് ചെയ്ത് അലർജി കൂട്ടുവാൻ കാരണമാകുന്ന സിട്രിക് കണ്ടന്റ് അടങ്ങിയിട്ടുള്ള പഴങ്ങൾ, അതായത് നല്ല പുളിയുള്ള പഴങ്ങൾ നോമ്പ് മുറിച്ചതിന് ശേഷം കഴിക്കാതിരിക്കുവാൻ ശ്രമിക്കുക. ഇവ കൊണ്ടുള്ള ജ്യൂസും അലർജി കൂടുവാൻ കാരണമായേക്കാം. മൂന്നാമതായിട്ട്, നിങ്ങളുടെ അലർജി ട്രിഗർ ചെയ്യാൻ കാരണമാകുന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. ഉദാഹരണത്തിന് പാലുൽപ്പന്നങ്ങൾ, എണ്ണയിൽ പൊരിച്ച നല്ല എരിവുള്ള ഭക്ഷണങ്ങൾ, നല്ല തണുപ്പുള്ള ഭക്ഷണങ്ങൾ എന്നിവ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. നോമ്പുകാലത്ത് നിങ്ങൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് വീടിനകത്തായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രെയർ മാറ്റ്, ബെഡ്ഷീറ്റ്, കാർപ്പറ്റ് തുടങ്ങിയവ റെഗുലറായിട്ട് ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ ഏതെങ്കിലും മരുന്നെടുക്കുന്ന ആളാണെങ്കിൽ അലർജിക്കോ മറ്റേത് രോഗങ്ങൾക്കോ ആയിക്കോട്ടെ, നോമ്പെടുക്കുകയാണ്, ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് കരുതി അത് ഒഴിവാക്കുന്നത് വളരെ തെറ്റായ ഒരു പ്രവണതയാണ്. നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അതിന്റെ ഡോസുകൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുക. അങ്ങനെ പറ്റുമെങ്കിൽ അതിനനുസരിച്ച് ഡോസ് അഡ്ജസ്റ്റ് ചെയ്ത് നോമ്പുകാലത്ത് മരുന്നുകൾ കൃത്യമായി എടുക്കുക. അലർജിയുടെയോ മറ്റു രോഗങ്ങളുടെയോ ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത നല്ലൊരു നോമ്പുകാലം നേരുന്നു.